തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക വധപട്ടികയിലെ ഒന്നാമത്തെ ലക്ഷ്യം താനാണെന്ന് ട്രംപ് പരസ്യമായി സമ്മതിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര വെടിനിർത്തൽ ധാരണകൾ പൂർണ്ണമായി തകർന്ന പശ്ചാത്തലത്തിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലെ മാറ്റങ്ങളെക്കുറിച്ചുമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ കാരണമാണോ പുതിയ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് താൻ എപ്പോഴും ഇറാന്റെ റഡാറിലുണ്ടെന്ന ഭീതിജനകമായ യാഥാർത്ഥ്യമാണ് ട്രംപ് പങ്കുവച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് പദവി ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ജോലികളിൽ ഒന്നാണെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. ഇറാൻ തങ്ങളെ തകർക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണെന്നും താൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ മുതിർന്ന കമാൻഡർമാരെയും നേതാക്കളെയും വധിച്ചതിനു പകരമായി തന്നെ ഇല്ലാതാക്കാനാണ് ടെഹ്റാൻ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. യുഎസിന്റെ അത്യാധുനിക എയർഫോഴ്സ് വൺ വിമാനത്തിൽ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷാ പാക്കേജുകളും കൂടുതൽ ശക്തമാക്കാൻ യുഎസ് വ്യോമസേനയും രഹസ്യാന്വേഷണ വിഭാഗമായ രഹസ്യ സർവീസും തീരുമാനിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ റഡാറുകളോ യുഎസ് പ്രസിഡന്റിന്റെ വിമാനത്തെ പിന്തുടരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര നീക്കം. അങ്കാറയിലെ ഉച്ചകോടിക്ക് തൊട്ടു മുമ്പ് മിഡിൽ ഈസ്റ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മാരകമായ സൈനിക ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. പേർഷ്യൻ ഉൾക്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി യുഎസ് സെൻട്രൽ കമാൻഡ് ഇറാന്റെ ആഭ്യന്തര താവളങ്ങൾക്ക് നേരെ കനത്ത വ്യോമാക്രമണം നടത്തി. ഇതോടെയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയത്. ഇതിന് പകരമായി ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഈ വൻ സൈനിക നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപ് നാറ്റോ വേദിയിൽ ഇറാന്റെ വധഭീഷണിയെക്കുറിച്ച് സംസാരിച്ചത്. ഇറാൻ മുൻപ് യുഎസ് മണ്ണിലേക്ക് ഹിറ്റ്മാൻമാരെ അയച്ച് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ സംഭവം അമേരിക്കൻ കോടതികളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2020 ജനറൽ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് മുതൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ട്രംപിനെ വധിക്കാൻ നിരന്തരമായി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. അങ്കാറയിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുൻപ് ഇന്ന് രാത്രി നമ്മൾ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമലംഘനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും നയതന്ത്ര ചർച്ചകളുടെ സമയം കഴിഞ്ഞെന്നുമാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. അതേസമയം ട്രംപിന്റെ ഈ കടുത്ത പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റിൽ കടുത്ത ആശങ്കയാണ് ജനിപ്പിക്കുന്നത്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ആഗോള എണ്ണ വിതരണം ഈ സംഘർഷം മൂലം പൂർണ്ണമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി പാത യുദ്ധക്കളമായി മാറിയാൽ ആഗോള വിപണിയിൽ ഇന്ധനവില നിയന്ത്രണാതീതമായി കുതിച്ചുയരും. നാറ്റോ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളും തുർക്കിയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ കടുത്ത നിലപാടുകൾ നയതന്ത്ര നീക്കങ്ങളെ പ്രയാസത്തിലാക്കുന്നു. ഇറാനെ ഒരു ക്യാൻസർ രോഗത്തോട് ഉപമിച്ച ട്രംപ് ഈ ഭീഷണിയെ പൂർണ്ണമായി തുടച്ചു നീക്കേണ്ടതുണ്ടെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാന്റെ തന്ത്രപ്രധാന സഖ്യകക്ഷികളായ റഷ്യയും ചൈനയും അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ സൈനിക നീക്കങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ അധിനിവേശം പ്രാദേശിക യുദ്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് മോസ്കോയുടെ വിലയിരുത്തൽ. എന്നാൽ സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ ഇറാനെ നേരിടാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ യുഎസ് വ്യോമസേനയും നാവികസേനയും പേർഷ്യൻ ഉൾക്കടലിൽ കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾ നടത്തുമെന്നാണ് സൂചന. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ ശ്രമങ്ങളെ തകർക്കാൻ തക്ക അത്യാധുനിക ആയുധങ്ങൾ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഏതൊരു ചെറിയ പ്രകോപനവും ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നാവിക വ്യോമയുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല അമേരിക്കയ്ക്കുള്ളിലും ട്രംപിന്റെ ഈ വെളിപ്പെടുത്തലുകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പ്രസിഡന്റിന്റെ ജീവന് നേരെയുള്ള ഭീഷണികൾക്ക് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. എയർഫോഴ്സ് വണ്ണിന്റെ യാത്രകളും റൂട്ടുകളും പൂർണ്ണമായി രഹസ്യമാക്കി സൂക്ഷിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ അടുത്ത നീക്കങ്ങളിലേക്കാണ്.
ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡ്രോൺ ആക്രമണങ്ങളും പ്രത്യാക്രമണ ഭീഷണികളും യുഎസിനെ എത്രത്തോളം ബാധിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കും. അങ്കാറയിൽ നിന്നുള്ള ഈ പുതിയ വാർത്തകൾ യുദ്ധഭീതിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്.